ഇതാണ് OBD സ്കാനർ എന്ന് പറയുന്ന സംഭവം. സമയം നമ്മൾ എല്ലാ ദിവസവും കാറിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നത്. എന്നാൽ നമുക്കൊരു ചെറിയൊരു ഉപകാരമുള്ള ഒരു ഇൻഫർമേറ്റീവ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട്, ഈ കാറിൻ്റെ വീഡിയോ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ വണ്ടി വെളിയിലിട്ട് ഇറക്കുന്ന സമയത്ത് ഇതിനകത്ത് ABSൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് കാണിച്ചു. നേരെ പർച്ചേസ് ചെയ്തുകൊണ്ട സമയത്തോ വണ്ടി വർക്ക് തീർന്ന് കയറുന്ന സെറ്റുന്ന സമയത്തോ ABSൻ്റെ വാണിംഗ് ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ചെറിയ എന്തെങ്കിലും എറർ ആയിരിക്കും എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ ചെറിയൊരു OBD സ്കാനർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്ലിപ്കാർട്ടിലൊക്കെ കാണും, വെറും 380 രൂപ വിലയുള്ളൂ OBD സ്കാനർ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളെല്ലാം തന്നെ സെൻസറാണ്. അതായത് OBD OBDയിലാണ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് വേണ്ടി 1000-2000 ഒക്കെ മുടക്കി നമ്മൾ ഷോറൂമിൽ പോയി ഇത് എന്താണെന്ന് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിച്ച് എററാണെങ്കിൽ എറർ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേയ്മെൻറ്റ് പൈസ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ഇൻഫർമേറ്റീവ് OBD സ്കാനർ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധിക്കുന്നതാണ്. ഇതാണ് OBD സ്കാനർ എന്ന് പറഞ്ഞ സംഭവം, ഈ കാണുന്നത്. ഇത് നമ്മൾ നമ്മുടെ ക്ലസ്റ്ററിൽ എന്തെങ്കിലും ഒരു സെൻസറിൻ്റെ ഇഷ്യൂസിൻ്റെ പ്രോബ്ലം മൂലം എന്തെങ്കിലും ഡേറ്റോ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ വണ്ടിക്ക് ഒരു ABSൻ്റെ വാണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്ക് പ്രോബ്ലംസ് ഇല്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. എന്തോ എറർ പ്രോബ്ലം കാരണം അങ്ങനെ വന്നാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ, ക്ലിയർ ചെയ്യാനൊക്കെ ഇത് മതി ധാരാളം. ഈ OBD സ്കാനർ എടുക്കുക, നേരെ ഈ കാണുന്ന OBD സ്കാനറിലേക്ക് കുത്തുക. ഇതിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലിങ്കിൽ തന്നെ ഉണ്ടാവും. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് വേണം ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇത് അത്യാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ABS സ്കാനറൊക്കെ ഞാനിത് അപ്പം തന്നെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്തപ്പോൾ തന്നെ അത് പോയായിരുന്നു. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും എററോ പ്രോബ്ലംസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. ഇത് ഇൻഫർമേറ്റീവായ വീഡിയോ ആണെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക.